നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം, ആ സമൃദ്ധി, ആ സന്തോഷം, ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന ആ ഉറച്ച ബോധം, ഇതെല്ലാം വെറുമൊരു സാധ്യത മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ രൂപരേഖയിൽ തന്നെ എഴുതിച്ചേർക്കപ്പെട്ട ഒന്നാണെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന സത്യത്തിലേക്ക് ഉണരുന്നതിലൂടെ നിങ്ങളുടെ സ്വപ്നജീവിതം അനായാസം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നോടൊപ്പം നിൽക്കൂ, കാരണം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വെറുമൊരു വാക്കുകളല്ല, ചരിത്രത്തിലെ ഏറ്റവും മികച്ച മനസ്സുകൾ വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുള്ള ഒരു സത്യമാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു എന്നത് തന്നെ നിങ്ങൾ ഈ ഉത്തരത്തിനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതിന്റെ തെളിവാണ്. നോക്കൂ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. നിങ്ങൾ അറിഞ്ഞാലുമില്ലെങ്കിലും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിരന്തരം രൂപപ്പെടുത്തുന്ന ഒരു ദൈവിക സർഗാത്മക ശക്തി. നക്ഷത്രങ്ങൾക്ക് തിളക്കമേകുന്നതും എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നതും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചലിപ്പിക്കുന്നതും ഇതേ ശക്തി തന്നെയാണ്. ഏറ്റവും അവിശ്വസനീയമായ കാര്യം എന്തെന്നാൽ ഈ ശക്തി തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേർക്ക് മാത്രമുള്ളതല്ല. ഒരു മനുഷ്യനായി ജനിച്ച നിങ്ങളുടെ ജന്മാവകാശമാണത്. ഡോക്ടർ ഏണസ്റ്റ് ഹോംസും മനസ്സിന്റെ ശാസ്ത്രവും നൂറ്റാണ്ടുകളായി ചിന്തകരും അന്വേഷകരും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഈ നിഗൂഢ ശക്തിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സയൻസ് ഓഫ് മൈൻഡിന്റെ സ്ഥാപകനായ ദർശനി ഡോക്ടർ ഏണസ്റ്റ് ഹോംസ് ആണ് ഈ സത്യങ്ങളെ വെളിച്ചത്തുകൊണ്ടുവന്നതും അവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നതും. ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മുന്നിൽ നമ്മൾ നിസ്സഹായരല്ലെന്നും മറിച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ സഹസ്രഷ്ടാക്കൾ, ക്രിയേറ്റേഴ്സ് ആണെന്നും ഹോംസ് വെളിപ്പെടുത്തി. ഭൂരിഭാഗം ആളുകളും ജീവിതത്തിലൂടെ ഒരു ഉറക്കത്തിലെന്ന പോലെ കടന്നുപോകുന്നു. സാഹചര്യങ്ങളുടെ ഇരകളാണ് തങ്ങളെന്ന് അവർ കരുതുന്നു. അവർ സ്വയം ചെറുതായി കാണുന്നു, കുടുങ്ങിപ്പോയതായി അനുഭവപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജീവിതം നിങ്ങൾക്ക് സംഭവിക്കുകയാണെന്നും അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും എത്ര തവണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഇതിലും മികച്ചൊരു ജീവിതം നിങ്ങൾ എത്ര തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്നിട്ടത് അസാധ്യമാണെന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട്? ഈ പരിമിതികളുടെ തോന്നലുകൾ വളരെ സ്വാഭാവികമായി തോന്നാം, എന്നാൽ അവ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഹോംസ് തിരിച്ചറിഞ്ഞു. നമ്മുടെ യഥാർത്ഥ കഴിവുകളെ മറയ്ക്കുന്ന മിഥ്യാധാരണകൾ മാത്രമാണവ. സത്യം ഇതാണ്: നിങ്ങൾ അനന്തമായ ഒരു ശക്തിയുടെ വാഹകനാണ്. യാഥാർത്ഥ്യത്തിന്റെ അസ്തിത്വം നെയ്യുന്ന അതേ ബുദ്ധിശക്തിയുള്ള സർഗാത്മക ഊർജ്ജം ഓരോ നിമിഷവും നിങ്ങളിലൂടെ ഒഴുകുന്നു. നിങ്ങൾ ഈ ശക്തിയിൽ നിന്ന് വേറിട്ടവരല്ല, നിങ്ങൾ അതിന്റെ ഒരു പ്രകടനമാണ്. ഇതാണ് പ്രധാന കാര്യം: ഈ ഊർജ്ജം നമ്മുടെ ചിന്തകളോടും വിശ്വാസങ്ങളോടും പ്രതികരിക്കുന്നു. ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാത്ത രീതിയിൽ അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുന്നു. നല്ല വാർത്ത എന്തെന്നാൽ നിങ്ങൾ എന്റെ വാക്കുകൾ മാത്രം വിശ്വസിക്കേണ്ടതില്ല. നമ്മൾ ഈ ആശയങ്ങൾ ഒരുമിച്ച് പര്യവേക്ഷണം, നിങ്ങൾ തന്നെ അതിനുള്ള തെളിവുകൾ കാണാൻ തുടങ്ങും. യാദൃശ്ചികതകൾ, സിൻക്രോണിസിറ്റീസ് പ്രത്യക്ഷപ്പെടും, അവസരങ്ങൾ ഒത്തുചേരും, നിങ്ങൾക്കറിയാത്ത ഒരു വ്യക്തതയും ലക്ഷ്യബോധവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏറ്റവും പ്രധാനമായി, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവാണെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളെ പിന്നോട്ട് വലിച്ച പഴയ മാതൃകകളിൽ നിന്ന് മോചിതനാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ ഉണർത്താനും നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള ഒരു ജീവിതം നയിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ, നമുക്ക് ഈ യാത്ര ഒരുമിച്ച് ആരംഭിക്കാം. കാരണം നിങ്ങൾ ആരാണെന്ന സത്യം ഒരിക്കൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. നിങ്ങളുടെ ജീവിതം പിന്നെ ഒരിക്കലും പഴയതുപോലെയാകില്ല. ഒരു സ്രഷ്ടാവ് എന്ന നിലയിലുള്ള നിങ്ങളുടെ പങ്ക്, നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ ഉണർത്തുന്നതിനുള്ള ആദ്യപടി ദൈവിക മനസ്സുമായുള്ള നിങ്ങളുടെ ബന്ധം മനസ്സിലാക്കുക എന്നതാണ്. ഹോംസ് പറഞ്ഞു, നമ്മളോരോരുത്തരും ദൈവത്തിലേക്കുള്ള ഒരു കവാടവും ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവാഹവുമാണ്. ഇതിനർത്ഥം എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രപഞ്ചബുദ്ധിയിൽ നിന്ന് നിങ്ങൾ വേറിട്ടവനല്ല, മറിച്ച് അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ ബന്ധം മനസ്സിലാക്കാൻ ഹോംസ് ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ സൂര്യന്റെ രശ്മികൾ പോലെയാണ്, അനന്തമായ സർഗാത്മക സ്രോതസ്സുമായി വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യരശ്മി സൂര്യന്റെ വെളിച്ചവും ചൂടും അത് സ്പർശിക്കുന്ന എല്ലാറ്റിനും നൽകുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവിക സത്തയെ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു. ഈ ശക്തി നിങ്ങളിലേക്ക് ഒഴുകുക മാത്രമല്ല, നിങ്ങളിലൂടെ ഒഴുകുകയും ചെയ്യുന്നു. നിങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ വെറുമൊരു കാഴ്ചക്കാരനല്ല, അതിന്റെ സൃഷ്ടിയിലെ സജീവ പങ്കാളിയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓരോ വികാരവും, നിങ്ങൾ വച്ചുപുലർത്തുന്ന ഓരോ വിശ്വാസവും നിങ്ങളുടെ ജീവിതാനുഭവത്തെ രൂപപ്പെടുത്തുന്നു, നിങ്ങളത് അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. നിങ്ങളുടെ മനസ്സിനെ ഒരു തെർമോസ്റ്റാറ്റ് പോലെ ചിന്തിക്കുക. നിങ്ങളത് ഒരു പ്രത്യേക താപനിലയിലേക്ക് സജ്ജമാക്കുമ്പോൾ മുഴുവൻ സിസ്റ്റവും ആ താപനില നിലനിർത്താൻ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും വികാരങ്ങളും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ബോധപൂർവം അവയെ സമൃദ്ധിയിലേക്കോ നന്ദിയിലേക്കോ ആത്മവിശ്വാസത്തിലേക്കോ സജ്ജമാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അതിനെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നന്ദി തോന്നുമ്പോൾ നന്ദി പറയാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ സമൃദ്ധിയിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു.
എന്നാൽ ഇതിന്റെ മറുവശവും സത്യമാണ്. നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് ക്ഷാമത്തിലേക്കോ ആത്മവിശ്വാസമില്ലായ്മയിലേക്കോ ഭയത്തിലേക്കോ ആണ് സജ്ജീകരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം അതിനനുസരിച്ച് മാറും. നിഷേധാത്മകമായ വിശ്വാസങ്ങൾ നിരാശാജനകമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. അത് ആ പഴയ വിശ്വാസങ്ങളെ വീണ്ടും ഉറപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ പരിമിതികളുടെ ഒരു ചക്രത്തിൽ കുടുങ്ങിപ്പോകുന്നു. ഇത്തരം ചെറിയ വ്യത്യാസങ്ങൾ കാരണം എത്രയോ ആളുകൾ അവരുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സങ്കടകരമായ സത്യം. കാരണം കാലക്രമേണ ഈ ചെറിയ മാറ്റങ്ങൾ വലുതാകുന്നു. ഇത് 2 വിമാനങ്ങൾ പറന്നുയരുമ്പോൾ അവയുടെ ദിശയിൽ 1 ഡിഗ്രി വ്യത്യാസം വരുന്നത് പോലെയാണ്. ആദ്യം ആ മാറ്റം ചെറുതായി തോന്നാം, എന്നാൽ 100 കണക്കിന് മൈലുകൾ പറന്നു കഴിയുമ്പോൾ അവ തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യസ്ഥാനങ്ങളിലാകും എത്തിച്ചേരുക. നിങ്ങളുടെ ചിന്തകളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ഇന്നത്തെ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ മുഴുവൻ ഭാവിയെയും മാറ്റിമറിക്കും. ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ ഹോംസ് പറഞ്ഞ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജീവിതം ഒരു കണ്ണാടിയാണ്. ചിന്തിക്കുന്നയാൾ അതിലേക്ക് എന്താണോ ചിന്തിക്കുന്നത് അത് തിരികെ പ്രതിഫലിക്കും. നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ കാന്തം പോലെയാണ്. നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങളെ അത് ആകർഷിക്കുന്നു. നിങ്ങൾ ഇല്ലായ്മയിലും പരിമിതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും അത്തരം കാര്യങ്ങൾ തന്നെ കാണാം. എന്നാൽ പ്രപഞ്ചത്തിന്റെ അനന്തമായ സമൃദ്ധിയുമായി നിങ്ങളുടെ ചിന്തകളെ വിന്യസിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. സത്യം ഇതാണ്: നിങ്ങൾ സാഹചര്യങ്ങളുടെ ഇരയല്ല, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സൃഷ്ടാവാണ്. ഉത്തരവാദിത്തവും തിരഞ്ഞെടുപ്പും. ദൈവിക മനസ്സുമായുള്ള സഹസ്രഷ്ടാക്കളെന്ന നിലയിൽ നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഭയത്തിനു പകരം സ്നേഹവും, ഇല്ലായ്മയ്ക്ക് പകരം സമൃദ്ധിയും, സംശയത്തിനു പകരം വിശ്വാസവും തിരഞ്ഞെടുക്കാൻ നമ്മൾ പഠിക്കണം. ഇതെപ്പോഴും എളുപ്പമല്ല. എളുപ്പമായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ സ്വപ്നജീവിതം അനായാസം ജീവിക്കുമായിരുന്നു. മറികടക്കാൻ പ്രയാസമുള്ള ആഴത്തിൽ വേരൂന്നിയ ശീലങ്ങളും പരിമിതമായ വിശ്വാസങ്ങളും നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ ദൈവികജ്ഞാനവുമായി യോജിപ്പിക്കാൻ നിങ്ങൾ എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പുറംലോകം അത്ഭുതകരമായ രീതിയിൽ മാറുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. ഇത് ചെറിയ ദൈനംദിന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ആരംഭിക്കുന്നത്. ഓരോ തവണയും നിങ്ങൾ നിഷേധാത്മകമായ ചിന്തകളിൽ മുഴുകുമ്പോൾ ഒരു നിമിഷം നിർത്തുക. ബോധപൂർവം കൂടുതൽ നല്ലൊരു ചിന്ത തിരഞ്ഞെടുക്കുക. ഓരോ തവണയും നിങ്ങളൊരു വെല്ലുവിളിയെ നേരിടുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ ബുദ്ധിശക്തി നിങ്ങളെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഓരോ തവണയും നിങ്ങൾക്ക് ഒരു സ്വപ്നമോ ലക്ഷ്യമോ ഉണ്ടാകുമ്പോൾ അത് ഇതിനകം നേടിയതായി സങ്കൽപ്പിക്കുക. അതിന്റെ സന്തോഷവും നന്ദിയും അനുഭവിക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം: നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും മറ്റാരോടും പറയരുത്. നിങ്ങൾ അവ രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ അവയുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ അതിനെ ബാധിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെ വിത്തുകൾ പോലെ കാണുക. അവ ലോകത്ത് തഴച്ചു വളരാൻ പ്രാപ്തമാകുന്നതുവരെ അവയെ നിശബ്ദമായി പരിപാലിക്കുക. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾക്കിപ്പോഴും അല്പം സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. നമ്മൾ ഈ വിശാലമായ പ്രപഞ്ചത്തിലെ വെറും ചെറിയ ജീവികളാണെന്ന് വിശ്വസിക്കാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സത്യമതല്ല. ഒരു നിമിഷം ഇതൊന്നു ചിന്തിക്കൂ. നിങ്ങളുടെ അതുല്യമായ കഴിവുകളും കാഴ്ചപ്പാടുകളുമായി നിങ്ങൾ ഇന്നുള്ളതുപോലെ ജനിക്കാനുള്ള സാധ്യത 400 ട്രില്യണിൽ 1 മാത്രമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അത് വെറും അപൂർവമല്ല, അതൊരു അത്ഭുതമാണ്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി ഇത് പരിഗണിക്കുക. ഇന്റർനെറ്റിലെ കോടിക്കണക്കിന് വീഡിയോകളിൽ നിന്ന് നിങ്ങൾ ഈ നിമിഷം, ഈ ദിവസം, ഈ വീഡിയോ കാണാൻ തിരഞ്ഞെടുത്തു. നിങ്ങളെ ഇപ്പോൾ ഇവിടെ ഈ സന്ദേശത്തിലേക്ക് എത്തിക്കാൻ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തിയതുപോലെയാണിത്. എന്തിനാണ്? കാരണം പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നു, നിങ്ങളുടെ പാതയിൽ സൂചനകൾ നൽകുന്നു, നിങ്ങളുടെ സ്വന്തം അവിശ്വസനീയമായ ശക്തിയെ തിരിച്ചറിയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ അത് കേൾക്കാനുള്ള സമയമായി. നോക്കൂ, പ്രപഞ്ചം എന്നത് അകന്നുകഴിയുന്ന ഒരു ശക്തിയല്ല. അത് ജീവനുള്ളതും ബോധമുള്ളതും അനന്തമായ സർഗാത്മകതയുള്ളതുമാണ്. വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സത്യം ഇതാണ്: പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നിങ്ങളെ നയിക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധിയുടെ ഭാഗമായതുകൊണ്ടാണ്. അത് നിങ്ങൾക്കുള്ളതായിരുന്നു. ബോധവും ഉപബോധമനസ്സും നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. എന്നാൽ അവ ശൂന്യതയിലല്ല നിലനിൽക്കുന്നത്. സാമൂഹിക മാനദണ്ഡങ്ങൾ, സാംസ്കാരിക പ്രതീക്ഷകൾ, നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശ്വാസങ്ങൾ എന്നിങ്ങനെയുള്ള കൂട്ടായ ബോധം, കളക്റ്റീവ് കോൺഷ്യസ്നസ് നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ആന്തരിക ചിന്തകൾ വിത്തുകൾ പോലെയാണ്. എന്നാൽ ബാഹ്യലോകം അല്ലെങ്കിൽ ഈ കൂട്ടായ ബോധം ആ വിത്തുകൾ എങ്ങനെ വളരുമെന്ന് നിർണ്ണയിക്കുന്ന മണ്ണും കാലാവസ്ഥയുമാണ്. നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും വ്യക്തമാണെങ്കിലും നിങ്ങളുടെ ശീലങ്ങളോ ബന്ധങ്ങളോ ചുറ്റുപാടുകളോ അതിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ആ ആശയങ്ങൾക്ക് രൂപം നൽകാൻ പ്രയാസമാകും.
ഏണസ്റ്റ് ഹോംസ് പഠിപ്പിച്ചതുപോലെ മനസ്സ് ഫലഭൂയിഷ്ഠമായ മണ്ണ് പോലെയാണ്, അതിൽ നടുന്ന എന്തിനേയും വളർത്താൻ അതിന് കഴിയും. എന്നാൽ ഏറ്റവും സമ്പന്നമായ മണ്ണിനു പോലും ശരിയായ പരിചരണം ആവശ്യമാണ്. സംശയങ്ങളുടെ കളകളിൽ നിന്ന് മുക്തമായിരിക്കണം. ഈ ശക്തി എപ്പോഴും എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് അത് അനുഭവപ്പെടുന്നില്ല? ഉത്തരം ലളിതമാണ്. നിങ്ങൾ ബോധപൂർവമോ അല്ലാതെയോ ഓരോ ദിവസവും ഈ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും അനുഭവിക്കുന്ന ഓരോ വികാരവും ഈ പ്രപഞ്ച ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ അതോ അറിയാതെയാണോ എന്നതിലാണ് വ്യത്യാസം. ഈ സർഗാത്മക ശക്തിയുമായി പൊരുത്തപ്പെടാൻ ഹോംസ് ഒരു ലളിതമായ സാങ്കേതികവിദ്യ വാഗ്ദാനം ചെയ്തു: ദ മെന്റൽ സ്വിച്ച്. നിങ്ങളുടെ മനസ്സിൽ ഒരു ലൈറ്റ് സ്വിച്ച് സങ്കൽപ്പിക്കുക. നിങ്ങളത് ഓണാക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ സജീവമാക്കുന്നു. ഇതൊരു ഭാവന മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പരിമിതികളിൽ നിന്ന് സൃഷ്ടിയിലേക്ക് ബോധപൂർവം തിരിച്ചുവിടാനുള്ള ഒരു വഴിയാണ്. നമുക്കത് ഒരുമിച്ച് ശ്രമിക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘശ്വാസമെടുക്കുക, നിങ്ങളുടെ മനസ്സിൽ ഒരു ലൈറ്റ് സ്വിച്ച് കാണുക. ഇപ്പോൾ നിങ്ങൾ ആ സ്വിച്ച് ഓണാക്കുന്നതായി സങ്കൽപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വർണ്ണനിറത്തിലുള്ള ഊഷ്മളമായ ഒരു ഊർജ്ജം നിങ്ങളിലൂടെ ഒഴുകുന്നതായും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും വ്യക്തതയും ശക്തിയും നിറയ്ക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇതാണ് സൃഷ്ടിയുടെ ഊർജ്ജം. ഈ മെന്റൽ സ്വിച്ച് വളരെ ശക്തമാണ്, കാരണം അത് നിങ്ങളുടെ ശ്രദ്ധയെ തൽക്ഷണം മാറ്റുന്നു. സംശയത്തിലോ ഭയത്തിലോ കുടുങ്ങിക്കിടക്കുന്നതിനുപകരം നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന സത്യവുമായി, ദൈവികതയുടെ ഒരു അതുല്യമായ പ്രകടനവുമായി നിങ്ങൾ ബന്ധപ്പെടുന്നു. നിറവേറ്റപ്പെട്ട ഒരാഗ്രഹം മനസ്സിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി ചെയ്യുന്ന അതേ മാറ്റങ്ങൾ തലച്ചോറിൽ സൃഷ്ടിക്കുന്നുവെന്ന് ന്യൂറോ സയൻസ് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ ഈ സ്വിച്ച് ഓണാക്കുന്നത് കാണുമ്പോൾ ഈ ശക്തിയുമായുള്ള ബന്ധം ഇതിനകം യഥാർത്ഥവും സജീവവുമാണെന്ന രീതിയിൽ നിങ്ങളുടെ തലച്ചോറ് പ്രതികരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഉപകരണം ഉപയോഗിക്കാം. ഒരു വെല്ലുവിളിയെ നേരിടുമ്പോൾ സ്വിച്ച് ഓണാക്കുക. പ്രചോദനം തോന്നാത്തപ്പോൾ സ്വിച്ച് ഓണാക്കുക. കാര്യങ്ങൾ നന്നായി നടക്കുമ്പോഴും സ്വിച്ച് ഓണാക്കുന്നത് ആ സർഗാത്മക ഊർജ്ജവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. ഇതൊരു ശീലമാക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ദൈവിക പ്രകൃതിയുമായി വീണ്ടും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ആചാരമാക്കുക. ക്വാണ്ടം ഫിസിക്സും ഭാവനയും. ഈ സർഗാത്മക ശക്തി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നല്ല. ഗുരുത്വാകർഷണം പോലെ അത് സ്വാഭാവികമായി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റുന്നതുപോലെ സ്വാഭാവികമാണത്. പക്ഷേ ഈ ശക്തി ഇത്ര സ്വാഭാവികമാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ തൽക്ഷണം നേടിയെടുക്കാത്തത്? ഉത്തരം ക്വാണ്ടം കൊഹറൻസ് എന്ന് ആധുനിക ശാസ്ത്രം വിളിക്കുന്ന ഒന്നിലാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങളുടെ ബോധമനസ്സിലെ ആഗ്രഹങ്ങളും ഉപബോധമനസ്സിലെ വിശ്വാസങ്ങളും തമ്മിൽ യോജിപ്പുണ്ടാകണം. ഈ യോജിപ്പില്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ്യത്തിന്റെ ഊർജ്ജം ചിതറിപ്പോകും. ഞാൻ പറയാൻ പോകുന്നത് വിചിത്രമായി തോന്നാം, പക്ഷേ ക്വാണ്ടം ഫിസിക്സ് ഇത് തെളിയിച്ചിട്ടുണ്ട്. വൈദ്യുതി ഒരു കമ്പിയിലൂടെ ഒഴുകുന്നതുപോലെ നമ്മുടെ ബോധം ക്വാണ്ടം ഫീൽഡ് എന്നറിയപ്പെടുന്ന കാണിജ്യാത്തതും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതുമായ ഒരു മണ്ഡലത്തിലൂടെ ഒഴുകുന്നു. യാഥാർത്ഥ്യത്തിന്റെ എല്ലാ സാധ്യതകളും ഇതിലുണ്ട്. ഇവിടെയാണ് ശാസ്ത്രം ഹോംസിന്റെ ആത്മീയ ഉൾക്കാഴ്ചകളെ കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ ചിന്തകൾ, സ്പിരിറ്റ് ഈ ക്വാണ്ടം ഫീൽഡുമായി ഇടപഴകുമ്പോൾ അവ നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തെ ബോഡി സൃഷ്ടിക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ക്വാണ്ടം സൂപ്പർപൊസിഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നു. അനന്തമായ സാധ്യതകളുടെ ഒരു സമുദ്രം പോലെയാണത്. എല്ലാം ഒരേ സമയം നിലനിൽക്കുന്നു. ഏറ്റവും ആകർഷകമായ കാര്യമിതാണ്: നിങ്ങളുടെ ചിന്തകൾ ഒരു കുളത്തിലേക്ക് എറിയുന്ന കല്ലുകൾ പോലെയാണ്. അവ സൃഷ്ടിക്കുന്ന ഓളങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് പുറപ്പെടുന്ന സാധ്യതകളുടെ തരംഗങ്ങൾക്ക് ക്വാണ്ടം വേവ്സ് സമാനമാണ്. ഈ തരംഗങ്ങൾ യോജിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ബോധപൂർവമായ ഉദ്ദേശ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിലെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ, ഭൗതിക ലോകത്ത് മാറ്റങ്ങൾ ആരംഭിക്കുന്നു. ഇതിനെ ഞാൻ ക്വാണ്ടം ലോക്ക് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ബോധം മറ്റ് എല്ലാ സാധ്യതകളെയും മാറ്റി നിർത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിമിഷമാണിത്. നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിച്ച എന്തെങ്കിലും നേടിയപ്പോഴെല്ലാം നിങ്ങൾ അറിയാതെ ഈ തത്വം ഉപയോഗിച്ചിട്ടുണ്ട്. ക്വാണ്ടം റെസൊണൻസ്. 6 ഘട്ടങ്ങൾ. ക്വാണ്ടം ഫിസിക്സ് വെളിപ്പെടുത്തുന്നതുപോലെ നിങ്ങളുടെ ബോധപൂർവമായ ആഗ്രഹങ്ങൾ ഉപബോധ മനസ്സിലെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടണം. ഈ യോജിപ്പ് സൃഷ്ടിക്കുന്നതിനുള്ള 6 പ്രധാന ഘട്ടങ്ങളിതാ. 1. ക്വാണ്ടം സ്റ്റേറ്റ് ആക്ടിവേഷൻ. നിങ്ങളുടെ ഓരോ ആഗ്രഹവും ക്വാണ്ടം ഫീൽഡിൽ ഒരു സാധ്യതയായി നിലനിൽക്കുന്നു. നിങ്ങളൊരു ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ പ്രത്യേക സാധ്യതയെ നിങ്ങൾ സജീവമാക്കുന്നു. 2. വേവ് ഫംഗ്ഷൻ കൊളാപ്സ്. നിങ്ങളുടെ ആഗ്രഹത്തിന് പൂർണ്ണ ശ്രദ്ധ നൽകുന്നതിലൂടെ മറ്റ് സാധ്യതകളെ ഇല്ലാതാക്കി തിരഞ്ഞെടുത്ത ഒരു ഫലത്തിലേക്ക് നിങ്ങൾ അതിനെ ചുരുക്കുന്നു. 3. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. നിങ്ങളുടെ ചിന്തകളും ഊർജ്ജവും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫലവുമായി ബന്ധിക്കപ്പെടുന്നു. നിങ്ങളുടെ മനസ്സും ലക്ഷ്യവും ഇപ്പോൾ പൂർണ്ണമായ യോജിപ്പിലാണ്. 4. റെസൊണന്റ് ഫ്രീക്വൻസി.
നിങ്ങളുടെ ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു പ്രത്യേക റേഡിയോ സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുന്നതുപോലെ ഒരു സ്ഥിരമായ ഫ്രീക്വൻസി സൃഷ്ടിക്കുന്നു. ഈ ഫ്രീക്വൻസി സ്വാഭാവികമായും സമാനമായ ഊർജ്ജങ്ങളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു. 5. കോൺഷ്യസ് അലൈൻമെന്റ്. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളും പ്രവൃത്തികളും സ്വാഭാവികമായും നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ മാറുന്നു. 6. ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഒടുവിൽ നിങ്ങളുടെ ലക്ഷ്യം ഭൗതിക ലോകത്ത് രൂപം കൊള്ളാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ബോധത്തെ ഒരു ക്വാണ്ടം ലൈറ്റ് ഹൌസായി ചിന്തിക്കുക. ഒരു ലൈറ്റ് ഹൌസ് കപ്പലുകളെ സൃഷ്ടിക്കുന്നില്ല, മറിച്ച് അവയെ സുരക്ഷിതമായി തുറമുഖത്തേക്ക് നയിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ബോധം സാധ്യതകളെ സൃഷ്ടിക്കുന്നില്ല, മറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ പ്രത്യേക സാധ്യതകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ഹോംസിന്റെ മഹത്തായ കണ്ടുപിടുത്തം. പ്രായോഗിക പ്രയോഗം. ഹോംസ് ഇതിനെ മഹത്തായ കണ്ടുപിടുത്തം എന്ന് വിളിച്ചു. നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലും സംഭവിക്കണം. സംഭവിക്കാമെന്നല്ല, സംഭവിക്കണം. ഇതിനായി ഹോംസ് നിർദ്ദേശിച്ച പ്രായോഗിക വ്യായാമങ്ങൾ ഇതാ. 1. സ്പിരിച്വൽ മൈൻഡ് ട്രീറ്റ്മെന്റ്. 5 ഘട്ടങ്ങൾ. തിരിച്ചറിവ്, റെക്കഗ്നീഷൻ. പ്രപഞ്ചത്തിൽ അനന്തമായ ഒരു ശക്തിയുണ്ടെന്ന് അംഗീകരിക്കുക. ഏകീകരണം, യൂണിഫിക്കേഷൻ. ഞാൻ ആ അനന്തമായ ശക്തിയുമായി ഒന്നാണ്. അതിന്റെ ജ്ഞാനവും സ്നേഹവും എന്നിലൂടെ ഒഴുകുന്നു എന്ന് ഉറപ്പിച്ചു പറയുക. സാക്ഷാത്കാരം, റിയലൈസേഷൻ. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നടന്നതായി പ്രഖ്യാപിക്കുക. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ സമൃദ്ധനാണ്. നന്ദി പ്രകടനം, താങ്ക്സ് ഗിവിംഗ്. ആഗ്രഹം നിറവേറ്റിയതിന് ദൈവത്തിന്, പ്രപഞ്ചത്തിന് നന്ദി പറയുക. വിട്ടുകൊടുക്കൽ, റിലീസ്. പ്രപഞ്ചം അത് നടപ്പിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ചിന്തയെ വിട്ടുകളയുക. ഇത് പൂർത്തിയായിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ആഗ്രഹത്തെ പ്രപഞ്ച നിയമത്തിലേക്ക് വിട്ടുകൊടുക്കുന്നു. 2. കൊടുക്കലിന്റെ നിയമം, ലോ ഓഫ് സർക്കുലേഷൻ. ഇന്ന് ഉദാരമായി നൽകാനുള്ള ഒരു വഴി കണ്ടെത്തുക. അത് നിങ്ങളുടെ സമയമോ ദയയോ പണമോ ആകാം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നൽകുക. ഞാൻ നൽകുന്നത് എനിക്ക് അനേകം മടങ്ങായി തിരികെ ലഭിക്കുന്നു എന്നുറപ്പിക്കുക. 3. ഡെയിലി അലൈൻമെന്റ് റിച്വൽ. രാവിലെ ഓരോ പ്രഭാതത്തിലും 10 മിനിറ്റ് ശാന്തമായിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ അനന്തമായ ശക്തിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്വർണ്ണ നൂൽ സങ്കൽപ്പിക്കുക. ഞാൻ എന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ദൈവിക ജ്ഞാനവുമായി വിന്യസിക്കുന്നു എന്നുറക്കെ പറയുക. 4. മെന്റൽ ഹൗസ് കീപ്പിംഗ്. രാത്രി ഓരോ വൈകുന്നേരവും നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും നിഷേധാത്മക ചിന്തകളോ ഭയങ്ങളോ എഴുതുക. ഓരോന്നിനും പകരം ഒരു പോസിറ്റീവ് സത്യം എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് കഴിവില്ല എന്നതിനു പകരം ഞാൻ വിജയത്തിന് അർഹനാണ് എന്നെഴുതുക. 5. വിഷനിംഗ് പ്രാക്ടീസ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ അനുയോജ്യമായ ജീവിതം വ്യക്തമായി സങ്കൽപ്പിക്കുക. അത് ജീവിക്കുന്നതായി കാണുക. ശബ്ദങ്ങൾ കേൾക്കുക. വികാരങ്ങൾ അനുഭവിക്കുക. ഇതാണ് എന്റെ യാഥാർത്ഥ്യം എന്നുറപ്പിക്കുക. ഈ വ്യായാമങ്ങൾ വെറും ആത്മീയ ഉപകരണങ്ങൾ മാത്രമല്ല, അവ ഒരു ജീവിതരീതിയാണ്. നിങ്ങൾ എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയുമായി നിങ്ങൾ യോജിക്കുന്നു. ഇത് നിർബന്ധിച്ച് മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനെ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ചെറുത്തുനിൽപ്പുപേക്ഷിച്ച് ഈ സത്യവുമായി യോജിക്കുന്ന നിമിഷം പ്രപഞ്ചം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കും. ജീവിതം വ്യക്തിയും അനന്തതയും തമ്മിലുള്ള ഒരു പങ്കാളിത്തമാണെന്ന് ഹോംസ് നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ ഈ ദൈവിക ശക്തിയിൽ നിന്ന് വേറിട്ടവരല്ല, നിങ്ങൾ അതിന്റെ ഒരു പ്രധാന പ്രകടനമാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിന്റെ ഒരു സഹസ്രഷ്ടാവ് എന്ന നിലയിലുള്ള നിങ്ങളുടെ പങ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജന്മാവകാശമായ സമൃദ്ധിയും സ്നേഹവും സന്തോഷവും അവകാശപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ചെറിയ രീതിയിൽ തുടങ്ങുക. നന്ദി ശീലമാക്കുക. നിങ്ങളുടെ മനസ്സിനെ ദൈവിക ജ്ഞാനവുമായി വിന്യസിക്കുക. ഓരോ ചുവടിലും പ്രപഞ്ചം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഇത്രയും ദൂരമെത്തിയെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ മാറ്റത്തിന്റെ പാതയിലാണ്. എന്നാൽ അറിവ് മാത്രം പോരാ, അത് പ്രയോഗിക്കാനുള്ള സമയമാണിത്.